റീ റിലീസ് വന്ന ചില സിനിമകൾ അത് സിനിമകൾ ഏതാണെന്ന് പറഞ്ഞില്ല, ചില സിനിമകൾ പ്രേക്ഷകരെ തന്നെ വഞ്ചിക്കുകയാണ് ചില റീ റിലീസ് സിനിമകൾ. കാരണം പാവനാടിയുള്ള സിനിമകളിൽ സത്യം പറഞ്ഞാൽ പോസ്റ്റർ കണ്ടാണ് ഞങ്ങളൊക്കെ കണ്ടത്. ചെയ്യണമെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ കൊണ്ട് ഇറക്കിയിട്ട് പ്രിന്റും കൊള്ളൂല, അത് ആരും സ്വീകരിക്കും. മറ്റെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് സ്പടിയല്ലേ വന്നിട്ടുള്ളൂ, അതിനുശേഷം വേറെ അങ്ങനെ വന്നിട്ടില്ലല്ലോ. മമ്മൂക്കയുടെ ഈ കഥാപാത്രം ഗൗതം മേനോനും മമ്മൂക്കയും തമ്മിൽ ഒന്നിക്കുമ്പോൾ അത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുമ്പോൾ ആ സിനിമ മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പക്ഷേ ഒരിക്കലും പ്രേക്ഷകനെ നിരാശപ്പെടുത്താത്തൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഹ്യൂമർ രീതിയിലേക്ക് പോവുകയും സെക്കൻഡ് ഹാഫ് വേറൊരു ത്രില്ലിങ്ങിലേക്കും ക്ലൈമാക്സ് അത് മനോഹരമായിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രേക്ഷകൻ ചിന്തിക്കാത്ത രീതിയിലുള്ളൊരു ക്ലൈമാക്സാണ്. മമ്മൂക്കയ്ക്കൊപ്പം തന്നെ ഗോകുൽ സുരേഷും അതിൽ തന്നെ ആ ഹീറോയിനും വളരെ മനോഹരമായി തന്നെ സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2025 മലയാളികൾക്ക് മമ്മൂക്ക നിരവധി സിനിമകൾ നല്ല സിനിമകൾ സംഭാവന ചെയ്ത റോഷാക്കും നൻപകൽ നേരത്തൊക്കെ സംഭാവന ചെയ്ത മമ്മൂട്ടി കമ്പനിയുടെ മലയാളി ഏറ്റെടുക്കുന്ന ഒരു മനോഹര സിനിമ തന്നെയായിരിക്കും. ഇതിനകത്ത് ഇങ്ങനൊരു സിനിമയും ഇങ്ങനൊരു കഥാപാത്രത്തെ ഞങ്ങൾക്ക് നൽകിയ മമ്മൂക്കയ്ക്കും ഗൗതം മേനോനും മലയാളികളുടെ ബിഗ് സല്യൂട്ട്. തമിഴ് കാര്യം ഞാൻ പറഞ്ഞ എല്ലാത്തരം പ്രേക്ഷകരെയും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാത്തരം പ്രേക്ഷകർ, അത് മലയാളിയാകാം, തമിഴാകാം, ഇനി ഹിന്ദിയിലേക്ക് പോകാനും ആ രീതിയിലുള്ള പ്രേക്ഷകർ ഗൗതം മേനോൻ വരുമ്പോൾ ആ എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. ആ പുള്ളിയുടെ സിനിമ വേറൊരു മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ്. ഇത് വളരെ മനോഹരം. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫ് എന്തൊക്കെയാണെങ്കിലും വളരെ ഒരു വലിയൊരു ഹ്യൂമറിലേക്ക് പോവുകയും ഒരു അന്വേഷണമാണെങ്കിലും വളരെ ഹ്യൂമറിലേക്ക് പോവുകയും ഒരു പ്രൈവറ്റ് ഏജൻസി നടത്തുന്ന ഒരു CI ഡൊമിനിക്കായിട്ടാണ് മമ്മൂക്ക വരുന്നത്. മമ്മൂക്ക മലയാളികൾക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രം ഒരിക്കലും മറക്കില്ല. 2025 മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത മമ്മൂക്കായും അതുപോലെ തന്നെ ഈ ഗൗതം മേനോനും ഒന്നിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാണുമെന്ന് മലയാളികൾക്കറിയാം. തീർച്ചയായിട്ടും ആ സാധനത്തിനകത്തുണ്ട്. ക്ലൈമാക്സ് വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട ആ നായികയുടെ പെർഫോമൻസ് തന്നെയാണ് വളരെ ഗംഭീരമായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ പെർഫോമൻസ് എന്താണെന്ന് അറിയണമെങ്കിലും ഈ സിനിമയുടെ ഒരു ലൈഫ് എന്താണെന്ന് അറിയണമെങ്കിലും അത് അവസാനം വരെയും കണ്ടിരിക്കണം. കാരണം അവസാനം നമ്മൾ ടൈറ്റിൽ കാർഡ് പോകുമ്പോഴും ഈ സിനിമ നമ്മൾ കണ്ടിരുന്നതിന് ശേഷം മാത്രമേ പ്രേക്ഷകൻ ഇറങ്ങി വരുന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരിക്കലും നമ്മൾ ചിന്തിക്കും. കാരണം പണ്ട് നമുക്കറിയാം, ഒരു മമ്മൂട്ടി സിനിമ അല്ലെങ്കിൽ ഒരു മലയാള സിനിമ റിലീസ് ചെയ്യുന്നത് 20-25 തിയേറ്ററിലാണ്. ഇന്ന് തിരുവനന്തപുരം സിറ്റിക്കകത്ത് എത്ര തിയേറ്ററുണ്ട്? മൾട്ടി തിയേറ്റർ ഉൾപ്പെടെയുള്ള മൾട്ടിപ്ലസ് പോലത്തെയുള്ള മാളുകൾ പോലുള്ള തിയേറ്ററിലെല്ലാം സിനിമയാണ് വരുന്നത്. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഈ ഒരിടത്ത് വരുന്ന ആൾക്കാരും പ്രേക്ഷകരും അതുപോലെ തന്നെ ആരാധകരും മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ അങ്ങനത്തെ ഒരു ഇത് കുറഞ്ഞിട്ടില്ല. കാരണം അല്ലെങ്കിൽ മമ്മൂക്ക എന്ന മഹാനടനൊപ്പം ഇന്നും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും അതുപോലെ തന്നെ മലയാള പ്രേക്ഷകർ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്ത വേണ്ട. കാരണം പഴയതുപോലെയല്ല, ഇന്ന് 300-400 തിയേറ്ററിൽ മലയാള സിനിമ റിലീസ് ചെയ്യുകയാണ്. പണ്ട് 33-34 തിയേറ്ററായിരുന്നു. അപ്പോൾ ആ ഒരു മാറ്റമുണ്ട്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ തിയേറ്ററിലും എല്ലാ കോംപ്ലക്സുകളിലും ഈ സിനിമ കളിക്കുകയാണ്. അപ്പം ഓരോ മേഖലയിലുള്ള ആൾക്കാർ അങ്ങോട്ട് പോകുന്നു. റീ റിലീസ് ചെയ്യുന്നവരുടെ കുഴപ്പമാണ്, അതല്ലാതെ സിനിമയുടെ കുഴപ്പമല്ല. ഞാൻ പറഞ്ഞില്ല, വലിയേട്ടൻ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇതായിരുന്നു. വലിയേട്ടൻ ആ രീതിയിലായിരുന്നു അവർ ആ റീ റിലീസിൻ്റെ പബ്ലിസിറ്റി പോലുള്ള കാര്യങ്ങൾ. ആവനാടിയുള്ള സിനിമകളിൽ സത്യം പറഞ്ഞാൽ പോസ്റ്റർ കണ്ടാണ് ഞങ്ങളൊക്കെ കണ്ടത്. ആ രീതിയിലേക്ക് പറഞ്ഞു. പിന്നെ ചില സിനിമകൾ റീ റിലീസ് വന്ന ചില സിനിമകൾ അത് സിനിമകൾ ഏതാണെന്ന് പറഞ്ഞില്ല, ചില സിനിമകൾ പ്രേക്ഷകരെ തന്നെ വഞ്ചിക്കുകയാണ് ചില റീ റിലീസ് സിനിമകൾ. കാരണം 4K എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയും ആ 4K ഇല്ലാത്ത രീതിയിൽ പഴയ പ്രിൻ്റ് തന്നെ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നത്, അങ്ങനെ മനമെടുത്ത് സിനിമ കാണാത്ത പ്രേക്ഷകരുണ്ട്. നമുക്ക് ഇനി കാണാം, വടക്കൻ വീരഗാഥ വരുന്നുണ്ട്. വടക്കൻ വീരഗാഥ എന്തായാലും 4Kയിൽ വരുന്ന നമ്മുടെ MD മമ്മൂക്കായ്ക്ക് വേണ്ടി നൽകിയ ഒരു കഥാപാത്രം, ചന്തു എന്ന കഥാപാത്രം. ആ വടക്കൻ വീരഗാഥയിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ ഓളം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവസ്ഥയെന്ന് വെച്ചാൽ ചേട്ടാ, വേറെ അടുപ്പിച്ച് പടങ്ങൾ ഇങ്ങനെ വരുന്നതുകൊണ്ടുള്ള ഇതാണ് വിഷയം വരുന്നത്. ഇപ്പോൾ മമ്മൂക്ക ഇത് ചെയ്തിരിക്കുന്ന ഒരൊറ്റ പടം മാത്രം ഒരു വടക്കൻ വീരഗാഥ മാത്രമേ മമ്മൂക്ക ഇതാക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവരൊരു ഇഷ്ടത്തിനാണ് ഇതാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയേട്ട സിനിമ നമ്മൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ അതിഗംഭീരമായ ആഘോഷമാണ്. അല്ല, ഒരാഴ്ചയിൽ ഓരോ പടങ്ങൾ ഇറക്കുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു വെച്ചാണ് ഇതാക്കുന്നത്. മറ്റെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് സ്പടിയല്ലേ വന്നിട്ടുള്ളൂ, അതിനുശേഷം വേറെ അങ്ങനെ വന്നിട്ടില്ലല്ലോ. നമ്മളെ ഇത് എന്ന് വെച്ചാൽ അത് കണക്ക് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളെ ദളപതി അത് പഴയ കണക്കാണ്. 4K ഒന്നുമല്ല അതിൻ്റെ ഇതായിട്ടുള്ളത്. ശേഷം എന്നാൽ ആവനാഴി എന്നൊരു പടം ഇങ്ങനെ ഒരു ഇതല്ല വന്നത്, അത് 2Kയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് തീരെ ആൾക്കാർ ഒരു ഇത് വന്നത്. പിന്നെ നമ്മളാകെ പ്രതീക്ഷിക്കുന്ന പടമാണ് ഈ പടം. ഈ പടത്തിന് ആവേശിക്കും കൂടെ വേണ്ട, അതിന് നമ്മൾ കൂടുതൽ ഇത് കാണിക്കാത്തത് അതിലാണ് വന്നിരിക്കുന്നത്. അത് ഓക്കെ, ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അത് എങ്ങനെ പറയണമെന്ന് ചേട്ടാ അറിയത്തില്ല. കാരണം വെച്ചാൽ നല്ല കിടിലായിട്ട് അതിഗംഭീരമായിട്ട് ഗൗതമൻ ചേട്ടൻ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ക്ലൈമാക്സ് ഒന്നും ഒരു രക്ഷയില്ലാത്ത മലയാള സിനിമയിൽ ഇങ്ങനത്തെ ക്ലൈമാക്സ് വന്നിട്ടില്ല. അതിൻ്റെ ഇതിലാണ് എടുത്തിട്ടുള്ളത്. അത് ഗംഭീരമായിട്ട് ഫാമിലിയായിട്ട് ഗൗതമൻ ചേട്ടൻ എല്ലാവർക്കും നന്ദിയാണ്. മമ്മൂട്ടി കമ്പനിക്കെല്ലാം ഓക്കെ. എങ്ങനെയുണ്ടാകും ചോദിക്കരുത്, കിടിലം പടം, നല്ലൊരു പടം. നല്ല ഗൗതം മേനോൻ എന്ന സംവിധായക മികവ് പടത്തിനീളം കാണാം. നമ്മുടെ മമ്മൂക്ക ഈ വർഷത്തെ ആദ്യത്തെ പടം. ഇത് 9 മാസം മുമ്പാണ് ടർബോ വന്നത്. കഴിഞ്ഞ വർഷം May 23. അത് കഴിഞ്ഞ് വേറെ പടമൊന്നും നമുക്ക് റിലീസായിട്ടില്ല. പിന്നെ വന്നതെല്ലാം പഴയ പടങ്ങൾ, മനസ്സിലായില്ലേ? അപ്പോൾ പുതിയ പടമായിട്ട് ഈ വർഷം ഇറങ്ങിയ പടം വളരെ നല്ല പടം. ഗൗതം മേനോൻ മമ്മൂക്ക ടീമിൻ്റെ ആദ്യ പടം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ ഗോകുൽ സുരേഷ്, നായിക,
എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. ആദ്യത്തെ ഭാഗം ഹ്യൂമറസ്, അതിന് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. രണ്ടാം ഭാഗം സീരിയസ് ആയിട്ട് ഡൊമിനിക് എന്ന ഡിറ്റക്റ്റീവ് ഏജൻറ്റായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം തുടക്കം ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മളെ മമ്മൂക്ക. ഷുവർ ഗൗതം മേനോൻ, അതല്ല പറഞ്ഞ ഗൗതം മേനോൻ ഡയറക്ടറിൻ്റെ സംവിധായക മികവ് ഓരോ ഫ്രെയിമിലും കാണാം. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നന്നായിട്ട് ജനങ്ങൾക്ക് ഫീൽ ചെയ്യും. ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പടം. ഒന്നാമത്തെ കാര്യം, ആ പടം പ്രിൻ്റ് കൊള്ളൂല്ല. അതാണ് നിരവധി 4K ഒന്നുമല്ല, മനസ്സിലായില്ലേ? അങ്ങനെ 4K വന്ന പടം വലിയേട്ടനാണ്. അതിവിടെ ഫുള്ളായിട്ടാണ് ഓടിയത്. അതിൻ്റെ ഒരു ക്വാളിറ്റി ആ പടത്തിനുണ്ട്. നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യുക, മനസ്സിലായില്ലേ? ഓരോ തിയേറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രിൻ്റ് ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് പറയും. അതൊക്കെയാണ് ജനങ്ങൾക്ക് കാണാൻ, തിയേറ്ററിൽ വന്ന് കാണാനൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഏത് പടവും അത് അതേ ക്വാളിറ്റിയെല്ലാം ഉണ്ടെങ്കിൽ ജനം കാണും, മനസ്സിലായില്ലേ? വലിയേട്ടൻ്റെ കണ്ടില്ലേ, ഇത്രയും പോസ്റ്റർ ഒടിച്ച് അവർ അതിഗംഭീരമാക്കി ഇല്ലേ? പ്രൊഡ്യൂസർ ആദ്യം പടം ഇറങ്ങണ പോലെ അതിൻ്റെ ഒരു ക്വാളിറ്റി ആ ഇതിലുണ്ടായിരുന്നു. ജനവും കയറി കണ്ടു. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ചെയ്യണമെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ കൊണ്ട് ഇറക്കിയിട്ട് പ്രിൻറ്റും കൊള്ളൂല, അത് ആരും സ്വീകരിക്കില്ല, മനസ്സിലായില്ല? അതാണ് അതിൻ്റെ കുഴപ്പം. അതാണ് നമ്മളങ്ങനെ വൃത്തിയായിട്ട് ആ 4K അതുപോലെ ചെയ്യുക. വലിയേട്ടം പോലെ ചെയ്താൽ അതിൻ്റെതായ രീതിയിൽ അത് ഇറക്കിയാൽ ജനം രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. വലിയേട്ടം എത്ര നമ്മളെ കേരളയിൽ കണ്ടു ഇല്ലേ? ഇവിടെ ഹൗസ്ഫുള്ളായിട്ടാണ് ഞാൻ കണ്ടത്. സാധാരണ ഒരു ദിവസം അത് പ്രിൻറ്റിങ് കൊള്ളാമായിരിക്കും. എനിക്ക് പ്രിൻറ്റിങ് കൊള്ളാമായിരിക്കും, മനസ്സിലായി? പ്രിൻറ്റും കൊള്ളൂല്ല. കാരണം നമ്മളൊരു പടം പ്രതീക്ഷിച്ചില്ലേ ജനം വരുന്നത്, മനസ്സിലായില്ലേ? പോരാത്തതിന് മമ്മൂക്കാൻ്റെ നടൻ ടർബോ കഴിഞ്ഞ് വേറെ പടമൊന്നും വന്നിട്ടില്ല. അത് വലിയേട്ടൻ അതിൻ്റെ ഒരു മികവ് തെളിയിച്ചു. വടക്കം വീരഗാഥ അത് ഇറങ്ങിയാൽ അതിൻ്റെ ഒരു നമ്മൾ ഒരുപാട് പ്രാവശ്യം എത്ര പ്രാവശ്യം കണ്ടെന്ന് പോലും അറിയില്ല. അത് ഇറങ്ങിയാൽ അത് PV ഗംഗാധരൻ്റെ പടം, അതിൻ്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും. അതുണ്ടാവും, ഷുവറാണ്, യാതൊരു സംശയം വേണ്ട. ഉഴപ്പി ഇറക്കില്ല എന്തായാലും. നമ്മൾ ഒരു പ്രാവശ്യം കണ്ടതാണ്.